വീഴാമ്പൽ പോലെ ഞാൻ കാതോർക്കേ സഖി സ്നേഹത്തിൻ തൂമഞ്ഞായി ഏകാമോ മൊഴി ഓമലേ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗുഡ്. അങ്ങനെ കുറേ നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഷോർട്സിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ വന്നത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിനാണെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ള മെഹന്തി ഫംഗ്ഷനാണ് ഇന്ന് നടക്കുന്നത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ഉള്ള പരിപാടിയൊന്നുമല്ല, മെഹന്തി ഇടുക അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേ അവളുടെ ഉമ്മച്ചി ഞങ്ങൾക്ക് എന്താ പറയുക കഴിക്കാനും കുടിക്കാൻ ചായയും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ പത്തിരി, ചിക്കൻ കറി, പിന്നെ പൊറോട്ട, അങ്ങനെ കുറേ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയും കാണുന്നത്. അപ്പോൾ ഇവരൊക്കെ വന്നിട്ട് എൻ്റെ 8th സ്റ്റാൻഡേർഡ് തൊട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ 8th തൊട്ട് 12th വരെ ഞങ്ങളൊക്കെ ഒന്നിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ കോളേജിലായി. ഞാൻ ബാംഗ്ലൂർ പോയി. അങ്ങനെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ നാട്ടിലെ ഗ്യാങ് എന്നൊക്കെ പറയില്ല, അപ്പോൾ പക്ക എൻ്റെ നാട്ടിലെ ഗ്യാങ്ങാണ് കേട്ടോ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഒരു 1-2 പേരുടെ കല്യാണം കഴിഞ്ഞു, അല്ല ഒരു 3-4 പേരുടെ കല്യാണം കഴിഞ്ഞു. അതിൽ ഒരാൾക്ക് ഒരു കുട്ടിയുണ്ട്, ഒരു വാവയുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അനശ്വരയുടെ കുട്ടിയാണ്, അനശ്വരയുടെ വാവയാണ്. അപ്പോൾ അവളുടെ പേര് വന്നിട്ട് മിഴി എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ഹോൾ ഗ്യാങ്ങിനകത്തുള്ള ആകെ ഒരു കുട്ടിയാണ് അവളെന്ന് പറയുന്നത്, ഒരു വാവയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെയാണ് കേട്ടോ. എല്ലാവരും ഓരോരുത്തർ, അവൾ നമ്മുടെ ഈ ഒരു കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ മാറി നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ അതിനെ. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ ഇരുന്നിട്ട്. കാരണം കുറേ നാളിന് ശേഷം ഞാൻ തന്നെ നാട്ടിൽ വന്നിട്ട് ഒരു 5 months അടുപ്പിച്ചാവാൻ പോവാണ്. അപ്പോൾ ഇവരൊക്കെ കണ്ടിട്ട് അത്രയായി. അപ്പോൾ അത്രയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഷഫ്നയുടെ അനിയത്തി വന്നു കേട്ടോ, ഷഹാന. അപ്പം ഷഫ്നയുടെ മാരേജാണ്. അപ്പോൾ ഷഹാന അവളുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ ഷഹാനയാണ് ഞങ്ങൾക്കൊക്കെ മെഹന്തി ഇട്ട് തരാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ പുറത്ത് എവിടെ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൾ വരാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തത്. ആ ഒരു ടൈം കൊണ്ട് ഷഫ്നയുടെ 2 കയ്യിലും അടിപൊളിയായിട്ട് മെഹന്തിയൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ അത് അവളുടെ വേറെ 2 ഫ്രണ്ട്സായിരുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ മെഹന്തിയുടെ കാര്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇട്ട് വന്നപ്പോൾ. പക്ഷേ അവളൊരു അവസ്ഥയായി. കാരണം ഏതാണ്ട് ഒരു 2 തൊട്ട് ഒരു 3 മണിക്കൂർ വരെ ഇങ്ങനെ ഒരേപോലെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മെഹന്തിയൊക്കെ ഇടുന്നവർക്ക് അറിയാമല്ലോ. പക്ഷേ ലാസ്റ്റ് ഇട്ട് വന്നപ്പോൾ നല്ല സുന്ദരിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മെഹന്തി ഇടാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന രീതിക്ക് ഇട്ടാൽ മതി. കാരണം ഫസ്റ്റ് വന്നത് ഞങ്ങളാണ്, ഞാനും ആര്യയാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്കാണ് ഫസ്റ്റ് മെഹന്തി ഇടാനെന്ന് പറഞ്ഞു. അങ്ങനെ ഷഹാന ഞങ്ങൾക്ക് മെഹന്തി ഇടാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എനിക്കാണ് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ 2 കയ്യിലും നിറച്ച് മെഹന്തി ഇടുക എന്നുള്ളത്. ഏതൊരു കുഞ്ഞ് ഫംഗ്ഷൻ വന്നാലും ഞാൻ മാക്സിമം എൻ്റെ 2 കയ്യിലും ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും മെഹന്തി ഇടാൻ നോക്കാറുണ്ട്. കാരണം എനിക്ക് അത്രയും ഇഷ്ടമാണ് ഈ മെഹന്തി ഇടുന്നൊരു പരിപാടി. അപ്പോൾ എല്ലാവരും എനിക്ക് എന്തിനാ ഈ 2 കയ്യിലും നിറച്ചൊക്കെ കുഞ്ഞു ഫംഗ്ഷൻസിനൊക്കെ ഇടുന്നതെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മെഹന്തി ഇടുന്നത്. അപ്പോൾ ഓരോ മെഹന്തി ഇടുന്ന ഫംഗ്ഷൻ വരുമ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോ ഡിസൈനൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ പാട്ടുണ്ട് കേട്ടോ. അതിലിന്നലിഞ്ഞുപോയി ഉലകം തിരിഞ്ഞുപോയി അഴകുള്ള സൈലവ ഇളമാകിടാതെ വന്നതെന്തിനാണ് ഞാൻ. അങ്ങനെ ഞങ്ങളുടെ പാട്ടിൻ്റെ ഇടയിൽ കൂടെ മെഹന്തി ഇടലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കയ്യിലിടാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. എനിക്കറിയാമായിരുന്നു ഞാൻ അപ്പുറത്തെ കൈയും ആരെക്കൊണ്ടെങ്കിലും ഇടിപ്പിക്കുന്നു കേട്ടോ. എനിക്ക് മെഹന്തി ഇടാൻ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സത്യമായിട്ടും ഒരു ഇല പോലും സ്വന്തമായിട്ട് വരയ്ക്കാൻ അറിയത്തില്ല ഗൈസ്. അങ്ങനെ ഞാൻ അവിടെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എനിക്ക് ഇപ്പുറത്തെ കയ്യിൽ അക്ഷയ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഫൈനലൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ 2 കയ്യിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഷഫ്ന സാരിയൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയി. കാരണം കുട്ടി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ ലാസ്റ്റ് വരെയുള്ള ഫങ്ഷൻസ് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾക്ക് നല്ല മഴയായത് കാരണം പെട്ടെന്ന് വീട്ടിലെത്തണമായിരുന്നു. ഇപ്പം തന്നെ ഏതാണ്ട് ഒരു 8 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിന് ശേഷം ഇനി റിസപ്ഷൻ ഉണ്ട്, പിന്നെ കല്യാണം ഉണ്ട്. അപ്പോൾ ആ വക പരിപാടികളുടെ എല്ലാ വ്ളോഗ്സും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഷഫ്നയുടെ അടുത്ത് ബൈ പറഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാനും ആരെയും കൂടെ വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ വാവയ്ക്ക് പാട്ട് പാടിക്കൊടുത്തു. അതുകൂടെ ഞാൻ കിപ്പിച്ചു തരാം കേട്ടോ. ഓലക്കത്തി ഞാനും നിന്നോടൊപ്പം ചാഞ്ചക്കം ചാടി
അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പിന്നെ വീട്ടിലൊക്കെ നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗ്സിൽ ഇടുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.